ഇതാണ് നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്ത ഹോട്ടൽ റൂം. സോ ഇന്നലെ നൈറ്റ് നമ്മൾ ജയ്പൂർ റീച്ചായി. ഇന്ന് രാവിലെ നമ്മളിവിടെ ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഹവാ മഹൽ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, ഇത് നമ്മുടെ 6th ഡേ ആണ് കേരള ടു ആഗ്ര ട്രിപ്പിൻ്റെ. ഹവാ മഹൽ 1799 രാജ്പുട്ടിലെ മഹാരാജാവായിരുന്ന സവായ് പ്രതാപ് സിംഗ് ആണ് നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ സവായ് ജയ് സിംഗ് ആയിരുന്നു ജയ്പൂർ സിറ്റിയുടെ ഫൗണ്ടർ. ഹവാ മഹൽ പോകുന്ന വഴിയിൽ ഒരു ഫോർട്ടൊക്കെ കാണാം നമുക്ക്. സോ പിങ്ക് സിറ്റി എന്നിവിടെ അറിയപ്പെടുന്ന ചുവന്ന കല്ലുകൾ കൊണ്ടുള്ള കുറേ ബിൽഡിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. സോ നമ്മൾ കുറേ ഇങ്ങനെ ചുവന്ന കല്ലുകൾ കൊണ്ടുള്ള ബിൽഡിങ്സ് ഇനിയാണ് കാണാൻ പോകുന്നത്. ഇതുവരെ നമ്മളധികം കണ്ടിരുന്നില്ല. ഹവാ മഹലിലേക്ക് പോകുമ്പം ആദ്യം ഒരു എൻട്രൻസ് ഉണ്ട്, അതാണ് ഈ കാണുന്നത് നമ്മൾ. ഒന്നുമല്ല, പണ്ടത്തെ ഒരു രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ്സും ഒരു ആർക്കിടെക്ചർ വർക്ക് നന്നായിട്ട് പ്രതിഫലിക്കുന്ന സ്ട്രീറ്റ്സാണ്. ഈ സ്ട്രീറ്റിൻ്റെയൊക്കെ താഴെ ഭാഗം ഫുൾ കടകളാണ്. പോലീസ് ഓഫീസേഴ്സൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിലും അവരൊക്കെ നല്ല പെരുമാറ്റമാണ്. അങ്ങനെ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ്, അങ്ങനെയുള്ളൊരു വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് സബ്വേയിൽ കൂടെ അങ്ങോട്ട് അപ്പത്തോട്ട് ക്രോസ് ചെയ്യാൻ പോകണം. ഇതൊരു മെട്രോ സ്റ്റേഷൻ കൂടിയാണ്. കഴിക്കാത്തതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഒരു കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കപ്സിലാണ് ചായ. അങ്ങനെ നമ്മൾ ഹവാ മഹലിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 2 നടുമുറ്റവും പിന്നെ ആ വിൻഡോസിൻ്റെ ഭാഗവും അതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. ഈ വിൻഡോസിൽ കൂടെ പുറത്ത് സ്ട്രീറ്റ് കാണുന്ന ഭാഗം, പിന്നെ ഈ ഫൗണ്ടെയിൻ, അതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. സ്ത്രീകൾക്ക് പർദ്ദ നിർബന്ധമാക്കിയ കാലഘട്ടത്തിൽ അവർക്ക് പുറം ലോകം കാണാനും എന്നാൽ അവരെ ആരും കാണാതിരിക്കാനുമാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. നമ്മൾ ഹവാ മഹൽ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പോകുന്ന റോഡിൻ്റെ 2 സൈഡും കൃഷിസ്ഥലങ്ങളാണ്. കടുക് കൃഷിയാണ് ഇവിടെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നത്. യെല്ലോ കളറിൽ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ക്ലിയർ അല്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ തൊട്ടടുത്തായിട്ട്
കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സോ ജയ്പൂരിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിനി ഉത്തർപ്രദേശ് ആഗ്ര കാണാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ ഉത്തർപ്രദേശ് എത്തും. അവിടുന്ന് ആഗ്രയിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഹോൾട്ട് ചെയ്യും ഇന്ന്. ഈ റോട്ടിൽ ഈ ഡിവൈഡറിൽ വെച്ചിരിക്കുന്ന ഈ സാധനം നമ്മൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. പുതിയൊരു സംഭവമാണ്. നമ്മൾ പിങ്ക് സിറ്റിയോട് വിട പറഞ്ഞ് ആഗ്രയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ടു പിങ്ക് സിറ്റി ജയ്പൂർ. ഈ മഞ്ഞ കളറിൽ കാണുന്നതൊക്കെ കടുക് കൃഷിയാണ്. രണ്ട് സൈഡും ഫുൾ കൃഷികളാണ്. ഈ ചെടികളുടെ കൂടെ വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ നമ്മുടെ അവിടെ ഈ കോക്കനട്ട് ഓയിൽ പോലെ ഇവിടെ മസ്റ്റേർഡ് ഓയിലാണല്ലോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫുൾ കടുക് കൃഷിയാണ്. നമ്മൾ ഈ ആഗ്രയിലോട്ട് പോകുന്ന വഴി മൊത്തം ഫുൾ കൃഷി സ്ഥലങ്ങളിൽ കൂടെയാണ് നമ്മൾ മാക്സിമം പോകുന്നത്. ഈ whispering pines
ഈ കാണുന്ന മൊത്തം മഞ്ഞാണ്. ഈ ഗുജറാത്തിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാജസ്ഥാനിലും ഇനിയിപ്പം ഉത്തർപ്രദേശിലും ഒക്കെ നല്ല തണുപ്പാണ്. ആഗ്രയിലൊക്കെ നല്ല തണുപ്പാണ്. ഒരു 3:30 ആകുമ്പോഴേക്കും ഇങ്ങനെ ഫുൾ മഞ്ഞാവും. മഞ്ഞും തണുപ്പും. ഇനിയിപ്പോൾ രാവിലെ വെയിലുള്ള സമയമാണെങ്കിൽ വെയിലത്ത് നിൽക്കുവാണെങ്കിൽ തണുപ്പായിരിക്കും. കാരണം തണുത്ത കാറ്റാണ് വരുന്നത്. അതേ വെയിലത്ത് നിൽക്കുവാണെങ്കിൽ കുറച്ചൊരു സമാധാനം കിട്ടും. ആ വെയിലടിക്കുമ്പോൾ ഒരു ചൂടുണ്ടാവുമല്ലോ, അങ്ങനെ. കുറേ സമയമായിട്ട് ഈ കടുക് കൃഷിയുടെ ഇടയിൽ കൂടെ പോകുന്നതുകൊണ്ടൊന്ന് നിർത്തണം എന്നൊരാഗ്രഹം. അങ്ങനെ അടുത്തെവിടെയെങ്കിലും നിർത്താമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ നിർത്തി. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് കണ്ടു. നല്ല ഭംഗിയാണ് കാണാൻ നേരിട്ട്. അങ്ങനെ ഫുൾ മഞ്ഞിൻ്റെ നടുക്ക് ഫുൾ കൃഷിപ്പാടങ്ങൾ. അങ്ങനെ നമ്മുടെ ഈ ജയ്പൂർ യാത്ര അങ്ങനെ കുറേ പാലസ് പോലെയുള്ള ബിൽഡിങ്സൊക്കെ കണ്ട് നമ്മൾ എൻഡ് ചെയ്യാണ്. നാളെ ഇനിയിപ്പം നേരെ ആഗ്ര താജ്മഹൽ.